ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ചിക്കൻ മന്തി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നത്. വീട്ടിലൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് മന്തിക്ക് വേണ്ട ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, ലെമൺ ജ്യൂസ്, പിന്നെ മാഗി ക്യൂബ്സുമാണ്. ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് ആദ്യം പേസ്റ്റ് ആക്കി എടുക്കാം. പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഇനി നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും ഒരു പിഞ്ച് റെഡ് ഫുഡ് കളറും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. മാഗി ക്യൂബിൽ ഓൾറെഡി നല്ല ഉപ്പുള്ളതുകൊണ്ട് ഇതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഈ മസാല ഇനി നമുക്ക് ചിക്കനിൽ ചേർത്ത് ഒരു 2 മണിക്കൂറെങ്കിലും മിനിമം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മസാല എല്ലാം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് 2 മണിക്കൂർ അടച്ച് വെച്ച് മാറ്റി വെക്കാം. രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇതിനെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിരിക്കുന്നത്. അതിൽ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്തതിൻ്റെ വെള്ളം കൂടിയുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്കൊരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം 5 ഗ്രാമ്പു, ഒരു ചെറിയ പീസ് പട്ടയും കുറച്ച് കുരുമുളകും കൂടി നമുക്കിതിലേക്ക് ചേർത്തൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അഞ്ച് മിനിറ്റിന് ശേഷം ഇതൊന്ന് നമുക്ക് മറിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് അടച്ച് വെച്ച് ഒരു 20 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മന്തിക്ക് വേണ്ട റൈസ് കുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ 2 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ കഴുകി ഒരു 30 മിനിറ്റ് ഇങ്ങനെ സോക്ക് ചെയ്ത് വെച്ചതാണ്. ഇനി റൈസ് ഒന്ന് വേവിച്ചെടുക്കാം. അതിനാവശ്യമുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഗ്രാമ്പു, പട്ട, കുരുമുളകും പിന്നെ ആവശ്യത്തിന് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നേരത്തെ കഴുകി ഊറ്റി വച്ചിരിക്കുന്ന അരി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരി ഫുള്ളായിട്ട് കുക്കാവേണ്ട ആവശ്യമില്ല. ഒരു 80% കുക്കായിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഊറ്റിയെടുക്കാം. റൈസ് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനിലിട്ടത് ദം ചെയ്തെടുക്കാം. റൈസിൻ്റെ മുകളിൽ ഇതേപോലെ നമുക്ക് മുളകൊന്ന് വെച്ച് കൊടുക്കാം.
അതിനുശേഷം ഞാനിവിടെ കുറച്ച് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമില്ല, അതിന് പകരം നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടിയും ലെമണും കൂടി മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചാർക്കോൾ ഒന്ന് കത്തിച്ചെടുത്ത് ഇതേപോലെ ബൗളിലാക്കി വെക്കാം. അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിതിൻ്റെ കൂടെ കുറച്ച് വലിയ ജീരകം കൂടി ചേർത്തിട്ടാണ് ഓയിൽ ഒഴിച്ച് കൊടുത്തത്. ഇതിന് നമുക്ക് 15 മിനിറ്റ് ഇങ്ങനെ അടച്ചു വെക്കാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതെടുത്ത് മാറ്റി നമുക്ക് റൈസ് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ നിന്ന് ചിക്കൻ സെപ്പറേറ്റ് ആക്കി നമുക്ക് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണിത്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.